ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 15ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഒരു വലിയ ക്ഷണം മനുഷ്യന്റെ മുമ്പിൽ വെക്കുകയാണ്. അധ്വാനിക്കുന്ന ഒരു ഭാരം വഹിക്കുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവാൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ വ്യക്തമായിട്ടും ഇങ്ങനെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വാസം നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പുതിയ ബൈബിളിൽ വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിലെ ഇന്നത്തെ ഒന്നാമത്തെ വായന നോക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. മോശയെ ദൈവം വിളിക്കുന്നു. മോശയോട് ദൈവമായിട്ടുള്ള സംഭാഷണത്തിൽ പേര് ചോദിക്കുന്നതിന് ഞാനാകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ദൈവം ഇങ്ങനെ മോശയോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങളെ ഞാൻ ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും, അങ്ങനെ നിങ്ങളോട് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും മോചിതരായി തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഭാവമാണ് നമ്മൾ വായിക്കുന്നത്. ഈ സത്യത്തിൽ ഇങ്ങനെ ഇവരെ അടിമത്തത്തിൽ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഇടയന്റെ സങ്കീർത്തനം, നമ്മൾ 23-ാം സങ്കീർത്തനം ഓർക്കണം. അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ, പച്ച പുൽപ്പുറങ്ങളിലേക്ക് നിന്നെ ഞാൻ നയിക്കും, സ്വച്ഛമായ ജലാശയത്തിലേക്ക് നിന്നെ ഞാൻ നയിക്കും, അവിടെ നിന്ന് നീ പാനം ചെയ്യും, നിന്റെ ശിരസ് ഞാൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് പറയുന്ന കാര്യങ്ങളോട് ഈ ഒത്തുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പുറപ്പാട് സംഭവത്തിൽ വായിക്കുന്നത്. വിശ്രമം നൽകുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുമെന്നാണ് പ്രതിവചന സങ്കീർത്തനം. നമ്മൾ ഈ ബൈബിളിന്റെ തുടക്കം മുതൽ ഇങ്ങനെ മനുഷ്യന് സ്വസ്ഥത നൽകുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പർദീസയിൽ അങ്ങനെയാണ്. പിന്നെ നോഹയുടെ പേടകത്തിനകത്ത് സ്വസ്ഥത നൽകുന്നുണ്ട്, ശാന്തമായിട്ട് ആശ്വാസം, കർത്താവിന് ആശ്വാസം കണ്ടെത്തി വിശ്രമിക്കുന്ന ജനതയെ നമ്മൾ കാണുന്നത്, ആളുകളെ നമ്മൾ കാണുന്നത്. നോഹ എന്ന വാക്കിന്റെ അർത്ഥം പോലും വിശ്രമം എന്നാണ്. അത് നമ്മളിങ്ങനെ ബൈബിളിലുടനീളം നമ്മളിതിനെ കാണുന്നുണ്ട്. വിശ്രമിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നവൻ വിശ്രമിക്കുന്നു, ദൈവത്തിൽ വിശ്രമിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പുതിയ ഇതിലേക്ക് വരുമ്പോഴും ഈ സ്വസ്ഥത ഉള്ള മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഉറങ്ങുന്ന യൗസേ പിതാവ് എന്ന് പറയുന്നത് ആ സ്വസ്ഥമായ വിശ്രമത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ദൈവം ഈ സ്വസ്ഥത നൽകുന്ന ഒരാളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഉൽപ്പത്തിയിൽ 6 ദിവസങ്ങൾ അധ്വാനിച്ച ദൈവം, ജോലിയിൽ ഏർപ്പെട്ട ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഈ വിശ്രമം എന്ന് പറയപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആശ്വാസം നൽകുന്നു, ആശ്വസിക്കാൻ പറ്റുന്നു, വിശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിനി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ട് മരണത്തിലേക്ക് എത്തുമ്പോൾ ആ മരണത്തെ വിളിക്കുന്ന പോലും റെസ്റ്റ് ഇൻ പീസ് എന്നാ, സമാധാനത്തിൽ വിശ്രമിക്കുന്നു എന്നാ നമ്മൾ വായിക്കുന്നത്. അപ്പം നിത്യതയിൽ ദൈവത്തോടൊപ്പം വിശ്രമിക്കുന്നു. സത്യത്തിൽ ഈ വിശ്രമം എന്നത് നമ്മളിങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷം, ഒരുപാട് അധ്വാനിച്ചതിന് ശേഷം, ആ ക്ലേശങ്ങളും ക്ഷീണവും ഒക്കെ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് അല്പനേരം ഇരിക്കുന്നു, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ വിശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വായനാ ഭാഗങ്ങളിലൊക്കെ, ബൈബിളിലുടനീളം നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവം നൽകുന്നൊരു വിശ്രമത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കും, എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യും. ഇപ്പം എൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു ഭാരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതുപോലും ഒരു ആശ്വാസമാണ്. അത് വളരെ ലഘുവാണ്, മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശ്രമം ഓഫർ ചെയ്യുക. ഇത് വളരെ ലളിതമാണ്. എങ്ങനെ ലളിതമാകും? എങ്ങനെയാണ് ഇത് ഇത്രയും നിസ്സാരമാകുന്നത്, അല്ലെങ്കിൽ ഭാരം കുറഞ്ഞതാകുന്നത്, വഹിക്കാൻ എളുപ്പമുള്ളതാകുന്നത്? ഒറ്റ കാര്യം കൊണ്ടാണ്, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്. ദൈവത്തോടുള്ള വലിയ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനുസരിച്ച് ഈ ഭാരമെല്ലാം കുറഞ്ഞെല്ലാം വിശ്രമമായി മാറുന്നുള്ളത്. നമ്മൾ ഓർക്കണം, ഒരു ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, ഇതിങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്നൊക്കെ പറയുന്ന പരുവത്തിലാണ് കാര്യങ്ങൾ. പക്ഷേ അതങ്ങനെയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരിടത്തേക്ക് ഞാൻ ഒരുപാട് ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടി ചെല്ലുന്നു എന്ന് പറയുന്നത് ആ ഇടത്തോടും ആ ഇടത്തിലായിരിക്കുന്ന ആളോടും ഒക്കെ നമ്മൾ പുലർത്തുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
അതുകൊണ്ടാണ് ഈ കണക്ക് പറയുന്നത്, എവിടെ സ്നേഹം കൂടുന്നോ അവിടെ ഭാരം കുറയുന്നു, എവിടെ സ്നേഹം കുറയുന്നോ അവിടെ ഭാരം കൂടുന്നു. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഭാരം കൂടിയതാണെന്നും അല്ലെങ്കിൽ ഇത് ചുമക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അതിനോടുള്ള സ്നേഹം കുറയുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു സമർപ്പിത ജീവിതത്തിൽ, ഒരു ആശ്രമ ജീവിതത്തിൽ ഒരു സന്യാസിക്ക് ആശ്രമ ജീവിതം സന്യാസം ഭാരമുള്ളതായി തോന്നാൻ കാരണം താൻ ഉപാസിക്കുന്ന ദൈവത്തെയും പിൻചെല്ലുന്ന ആശയങ്ങളെയും ആ തത്വങ്ങളെയും ഒക്കെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇതെല്ലാം ഭാരമുള്ളതായിട്ട് തോന്നുന്നത്. അതെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്നെങ്കിൽ ഇത് ഭാരമേ ഇല്ല എന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. ദാമ്പത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ഭാരമായി മാറുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ സ്നേഹം കുറഞ്ഞതുകൊണ്ടാണ്. ഏതളവിൽ സ്നേഹം കുറഞ്ഞു ആ അളവിൽ ഭാരം കൂടി, അവിടെ വിശ്രമം നഷ്ടമായി, അധ്വാനമായി മാറി. ഇതെല്ലാം ക്ലേശമാണ്, കഷ്ടപ്പാടാണ്. പക്ഷെ ക്ലേശമല്ലത്, കഷ്ടപ്പാടല്ലത്, ഇത് വിശ്രമമാണ്, ആശ്വാസമാണെന്ന് പറയാൻ സ്നേഹം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. സ്നേഹം കൊണ്ടാണ് ഇത് ഏത് രീതിയിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഉള്ളു നിറച്ച് സ്നേഹത്തോടു കൂടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും കർത്താവ് നമുക്ക് പങ്കുവച്ചു തന്ന മൂല്യങ്ങളെയും ഒക്കെ ആ സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ കരുണ ഭാരമല്ല, നീതി ഭാരമല്ല, വിശുദ്ധി ഭാരമല്ല, വിശ്വാസം ഭാരമല്ല. ഇതെല്ലാം നമ്മളിങ്ങനെ നമ്മളുടെ ആശ്വാസത്തിനുള്ള, വിശ്രമത്തിനുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കും. മറിച്ചാണെങ്കിൽ ഇതെല്ലാം അസ്വസ്ഥതയായി മാറും, അതെല്ലാം ഭാരമായി മാറും. സ്നേഹം കൊണ്ട് ഭാരം കുറയ്ക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.